വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന ടോപ്പിക്കിലെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 89 29 529 102 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയക്കുക. കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിൽ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ PPT നോട്ടുകളും ടോപ്പിക് അനുസരിച്ചിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിന്റ് എടുക്കാവുന്ന രീതിയിലുള്ള PDF നോട്ടുകളും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ അടങ്ങുന്ന മെറ്റീരിയൽ എല്ലാം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ ഇതുവരെയുള്ള ക്ലാസ്സും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രിന്റ് എടുത്ത് പഠിക്കാവുന്ന മെറ്റീരിയലൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള നാഷണൽ ഇൻകം കോൺസെപ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റിന്റെ ഒരു 2 ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, ഇത്രയും അടങ്ങുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക് റോൾ ആൻഡ് ഫംഗ്ഷൻ, പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ, ഡിസ്പേർഷൻ, സിമ്പിൾ കോറിലേഷൻ ഇൻ എക്കണോമിക്സ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇതിന് മെറ്റീരിയലിന്റെ ആവശ്യമില്ല എന്നായിരിക്കും തോന്നുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്ലാസ് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് റോൾ ആൻഡ് ഫംഗ്ഷൻ വരെയുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാ വിഷയങ്ങളുടെയും മെറ്റീരിയലുകൾ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയലുകളെല്ലാം ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എന്താ? നാഷണൽ ഇൻകം വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പറഞ്ഞു ചിലപ്പോൾ ഇതിനൊരു 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് ഇതിനാവശ്യമായിട്ട് വരും. നാഷണൽ ഇൻകം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണരൂപത്തിൽ കണക്കാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണരൂപത്തിൽ കണക്കാക്കുന്നതിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം നമുക്ക് ലഭിക്കും. അപ്പോൾ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം നമുക്ക് ലഭിക്കും. ആളോഹരി വരുമാനം കാണാനുള്ള ഇക്വേഷനാണ് ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ജനസംഖ്യ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ദേശീയ വരുമാനം കണക്കാക്കിയത് 1867-68 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VKRV റാവു ആണ്. ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് VKRV റാവു. VKRV റാവു ദേശീയ വരുമാനം കണക്കാക്കിയത് 1931-32 VKRV റാവു ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. 1949 കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. ദേശീയ വരുമാന കമ്മിറ്റിയെ ശുപാർശ പ്രകാരമാണ് ഒരു കേന്ദ്ര സ്ഥിതിവിവര കണക്ക് സംഘടന നിലവിൽ വന്നത്, CSO. അപ്പൊ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് ഒരു കേന്ദ്ര സ്ഥിതിവിവര കണക്ക് സംഘടന നിലവിൽ വന്നത്, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. 1951 മെയ് 2 CSO രൂപീകരിച്ച് ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. 1951 മെയ് 2 CSO രൂപീകരിച്ചത്, ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അപ്പോൾ CSO വരുമാനത്തെ കുറിച്ചുള്ള ആദ്യ ധവളപത്രം 1956 പ്രസിദ്ധീകരിച്ചു. അപ്പോൾ CSO വരുമാനത്തെ കുറിച്ചുള്ള ആദ്യത്തെ ധവളപത്രം 1956 പ്രസിദ്ധീകരിച്ചത്. എല്ലാ വർഷവും CSO ദേശീയ സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. CSOയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ന്യൂഡൽഹിയിലാണ്. ഇനി ദേശീയ വരുമാനത്തിന്റെ ചില പ്രധാന ആശയങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് ഈ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അന്തിമ ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ് എന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ അന്തിമമായി ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാക്കാത്തതുമായ സാധനങ്ങളെയാണ് അന്തിമോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അന്തിമമായി ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും
വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാക്കാത്തതുമായ സാധനങ്ങളെ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വസ്ത്രങ്ങൾ, വീട്, ഷൂസ്, ചെരുപ്പ്, സ്കൂൾ ബാഗ്, സൈക്കിൾ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, TV, മോട്ടോർ സൈക്കിൾ ഒക്കെ അന്തിമ ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ഇന്റർമീഡിയറ്റ് ഗുഡ്, അന്തരാള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്? മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നൂല്, വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സിമന്റ്, കല്ല്, മണൽ, ഇഷ്ടികയൊക്കെ എന്താണ്? അന്തരാള ഉൽപ്പന്നങ്ങളാണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്. അപ്പൊ നോക്കിക്കോളൂ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ അന്തരാള ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം, അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നവുമായി ബന്ധപ്പെടാത്തത് ഏതെല്ലാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അതൊക്കെ വളരെ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ഉപഭോഗ വസ്തുക്കൾ എന്താണ്? കൺസംഷൻ ഗുഡ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കുക, ഇതിനൊക്കെ എക്കണോമിക്സിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഉപഭോഗ വസ്തുക്കൾ? അപ്പൊ ഉൽപാദന പ്രക്രിയക്ക് വീണ്ടും വിധേയമാക്കാത്തതും ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉപഭോഗ വസ്തുക്കൾ? ഉപഭോഗ വസ്തുക്കൾ ഈടുള്ളതോ ഈടില്ലാത്തതോ ആവാം. ഉപഭോഗ വസ്തുക്കൾ ഈടുള്ളവയോ അല്ലെങ്കിൽ ഈടില്ലാത്തവയോ ആവാം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഈടുള്ള വസ്തുക്കൾ, ഇപ്പോൾ ഈടില്ലാത്ത വസ്തുക്കൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ പച്ചക്കറി, ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞ ഈടുള്ള വസ്തുക്കളായിരിക്കാം അല്ലെ. അതുപോലെ ഡ്യൂറബിൾ ഗുഡ്സ്, കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇലക്ട്രോണിക് ഗുഡ് ഒക്കെ നമുക്ക് ഡ്യൂറബിൾ ഗുഡ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ നോക്കുക, കാർ, സ്കൂട്ടർ, TV, കമ്പ്യൂട്ടർ ഒക്കെ ഈടുള്ളവയാണ്, ഡ്യൂറബിൾ ഗുഡാണ്. ഭക്ഷണ പദാർത്ഥങ്ങളായ പാൽ, മുട്ട, പച്ചക്കറി ഇവയൊക്കെ ഈടില്ലാത്തവയാണ് അല്ല. എന്നാൽ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ മൂലധന വസ്തുക്കൾ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അത്യാവശ്യമാണ്. മൂലധന വസ്തുക്കൾ അത്യാവശ്യമാണ് സാമ്പത്തിക പുരോഗതിക്ക്. അപ്പൊ എന്താണ് ഈ മൂലധന വസ്തുക്കൾ? ഒരിക്കൽ ഉപയോഗിക്കപ്പെട്ടതും ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? മൂലധന വസ്തുക്കൾ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കണം, ഓരോന്നിന്റെയും യൂണിക് ആയിട്ടുള്ള ഫീച്ചർ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ ഉപയോഗിക്കപ്പെട്ടതും ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണമാണ് യന്ത്രോപകരണങ്ങൾ, ഫാക്ടറി, കെട്ടിടങ്ങൾ, ട്രക്ക്, വിമാനങ്ങൾ, റോഡുകൾ, തുറമുഖങ്ങളൊക്കെ മൂലധന വസ്തുക്കളാണ്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുക, അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഫാക്ടറി, കെട്ടിടം ഇതൊക്കെ പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കും. ഉൽപ്പന്നങ്ങൾ ഒന്ന് അന്തരാള ഉൽപ്പന്നങ്ങൾ, അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ അന്തിമ ഉൽപ്പന്നങ്ങൾ? ഉപഭോഗ വസ്തുക്കൾ, മൂലധന വസ്തുക്കളൊക്കെ അന്തിമ ഉൽപ്പന്നങ്ങൾ രണ്ടായി തരംതിരിക്കുന്നു. ഇപ്പൊ ഉപഭോഗ വസ്തുക്കൾ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഈടുള്ള വസ്തുക്കളുണ്ട്, ഈടില്ലാത്ത വസ്തുക്കളുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ശരിക്കും മൂലധന വസ്തുക്കളൊക്കെ പിന്നെയും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയും നമ്മുടെ മെറിറ്റ് ഗുഡായിട്ട് എന്ത് ചെയ്യുന്നു തരംതിരിക്കുന്നു. മെറിറ്റ് ഗുഡ്. ഇപ്പോ മെറിറ്റ് ഗുഡിനുള്ള ഉദാഹരണം ശരിക്കും പറഞ്ഞാൽ, ഇപ്പോ മെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങള് ഇതിന്റെ ഈ തരത്തിലുള്ള, അതായത് എന്താ പറയാ, ജനങ്ങൾ അതിനെക്കുറിച്ച് വലിയ ബോധവടല്ല, എന്നാൽ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഹോസ്പിറ്റൽ, സ്കൂളുകളൊക്കെ, ഗവൺമെന്റ് സ്കൂളുകൾ, ഇതൊക്കെ മെറിറ്റ് ഗുഡിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ അതിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വളരെ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മെറിറ്റ് ഗുഡ് അണ്ടർ കൺസംഷൻ ആയിരിക്കും ഈ മെറിറ്റ് ഗുഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ. എന്നാൽ ഡീമെറിറ്റ് ഗുഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡീമെറിറ്റ് ഗുഡ് ഗവൺമെന്റ് ഇതുപോലെ തന്നെ ബോധവൽക്കരണമൊക്കെ നടത്തും, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഉപയോഗിക്കരുത്, ഇപ്പൊ സിഗരറ്റ്, ആൽക്കഹോൾ പോലുള്ള വസ്തുക്കളൊക്കെ. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടുതലായിട്ട് അതിന് ഓവർ കൺസംഷൻ ആയിരിക്കും ഉണ്ടാവുക ഡീമെറിറ്റ് ഗുഡിനൊക്കെ. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നോക്കേണ്ടതാണ് തേയ്മാനം അഥവാ സ്ഥിരം മൂലധനത്തിന് ഉപയോഗം സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ തേയ്മാനം ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സഡ് ഗുഡ്. സ്ഥിരം മൂലധനത്തിന്റെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന തേയ്മാനത്തെ കുറിച്ച് നോക്കാം. ഇത് നമ്മുടെ ദേശീയ വരുമാനത്തിലെ പ്രധാന ആശയങ്ങളാണ്. അപ്പൊ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ക്ഷയത്തിനാണ് എന്ത് എന്ന് പറയുന്നത്? തേയ്മാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതായത് മൂലധന സാധനങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി ഉൽപാദനം നടത്തുമ്പോൾ ഇവയുടെ മൂല്യത്തിനുണ്ടാകുന്ന ശോഷണം തേയ്മാനം അഥവാ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയുന്നു. ഉദാഹരണം, ഒരു ഉൽപാദക സ്ഥാപനം ഒരു പുതിയ യന്ത്രം, ഏകദേശം അതിന്റെ വില എത്ര കൊടുത്തിട്ടുണ്ട്? ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നു എന്ന് കരുതുക.
20 വർഷങ്ങൾക്ക് ശേഷം തേയ്മാനം മൂലം ഈ യന്ത്രം മാറ്റി സ്ഥാപിക്കാമെന്ന് കരുതുക. അപ്പോൾ ഓരോ വർഷവും യന്ത്രത്തിന്റെ തേയ്മാന ചെലവ് എത്രയായിരിക്കും? അവിടെ 50,000 എന്നുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ നോക്കൂ, ഒരു സ്ഥാപനത്തിന്റെ, കാരണം അതിന്റെ തേയ്മാന ചെലവ് എങ്ങനെ കണക്കാക്കണം? മൊത്തത്തിൽ 20 വർഷം കഴിയാണ്. 20 വർഷം കഴിയുമ്പോൾ തേയ്മാനം ഒരു യന്ത്രം മാറ്റി സ്ഥാപിക്കണം. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ അതിനെ ഈ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 20 എന്ന് ഹരിച്ചാൽ ഓരോ വർഷവും അത് 50,000 ആണ് അതിന്റെ തേയ്മാന ചെലവ് എന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് കാണാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഉൽപാദന സ്ഥാപനം ഒരു പുതിയ യന്ത്രം 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നു കരുതുക. 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ തേയ്മാന മൂല യന്ത്രം മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ ഓരോ വർഷം അതിന്റെ തേയ്മാന ചെലവ് എത്രയായിരിക്കും? 10 ലക്ഷം ആണല്ലോ അതിന്റെ വില. 10 ലക്ഷം എത്ര വർഷം ഉപയോഗിച്ചു? 20 വർഷം ഉപയോഗിച്ചു. 20 വർഷം കഴിഞ്ഞപ്പോൾ അത് മാറ്റി സ്ഥാപിക്കണം. അപ്പൊ അതിന്റെ തേയ്മാനം എന്ന് പറയുന്നത് ഓരോ വർഷവും 10 ലക്ഷം ഡിവൈഡ് ബൈ 20, 50,000 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ശേഖരങ്ങളും പ്രവാഹങ്ങളും, ഇതും വളരെ പ്രധാനപ്പെട്ട അടുത്ത ദേശീയ വരുമാനത്തിലെ ചില പ്രധാന ആശയങ്ങളാണ്. ഇവിടുന്ന് എന്തായാലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റം വരുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ചരം എന്ന് പറയാം. വേരിയബിൾ, മാറ്റം വരുന്ന എന്തും ചരം എന്ന് പറയാം. ദേശീയ വരുമാനം, GDP, മൂലധന നിക്ഷേപം, ഉൽപാദനം, ഉപഭോഗം, പ്രധാനം, വില നിലവാരം, വേതനം, തൊഴിൽ, സമ്പത്ത്, ചെലവ്, പലിശ നിരക്ക് തുടങ്ങിയവയെല്ലാം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ചരങ്ങളാണ്. കാരണം ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. ദേശീയ വരുമാനത്തിൽ മാറ്റം വരാം, GDP-യിൽ മാറ്റം വരാം, മൂലധന നിക്ഷേപത്തിൽ മാറ്റം വരുന്നു, ഉൽപാദനത്തിന്റെ അളവിൽ, ഉപഭോഗത്തിന്റെ അളവിൽ, പ്രധാനം അതായത് സപ്ലൈ, വില നിലവാരം, വേതനം, തൊഴിൽ, സമ്പത്ത്, ചെലവ്, പലിശ നിരക്ക് എന്നിവയിലെല്ലാം എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ വരുന്നു. അപ്പൊ മാറ്റം വരുന്ന എന്തിനേയും ചരം എന്ന് പറയുന്നു നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതിനെ വേരിയബിൾ എന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു അടുത്ത പോയിന്റാണ്, ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിന്റെ ശേഖരം എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിനെ നമ്മൾ ശേഖരം എന്ന് പറയുന്നു, സ്റ്റോക്ക് എന്ന് പറയുന്നു. അപ്പൊ ഒരു നിശ്ചിത സമയബിന്ദുവിൽ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉദാഹരണമൊക്കെ നോക്കണം, എന്നാൽ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശേഖരം ഒരു നിശ്ചിത ആശയമാണ്, സ്റ്റാറ്റിക് ആശയമാണ്. ഇതിന് സമയപരിധിയില്ല, ഒരു പ്രത്യേക സമയം വെച്ചാണ് ഇതിനെ അളക്കുന്നത്. ഇപ്പൊ പണത്തിന്റെ പ്രധാനം, ബാങ്ക് നിക്ഷേപം, ധാന്യശേഖരം, വിദേശ നാണയ കരുതൽ ശേഖരം, ആകെ വായ്പ മൂലധനം, ആകെ വായ്പ എന്നാണ്ടത്, ആകെ വായ്പ മൂലധനം തുടങ്ങിയവയെല്ലാം ശേഖരത്തിന് എന്താണ്? ഉദാഹരണങ്ങളാണ്. ഇവിടെ ആകെ വായിച്ചാന്ന് കൊടുത്തത് ആകെ വായ്പ എന്നാട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു പ്രത്യേക സമയബിന്ദുവിൽ നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റുന്നവയാണ്. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരെ എങ്ങനെയായിരിക്കും? താഴെ തന്നിരിക്കുന്നവയിൽ ശേഖരത്തിനുള്ള ഉദാഹരണങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ അല്ലാത്തവ ഏതെല്ലാം എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ശരിക്കും നോക്കുക, എന്താണ്? ഇതിന് സമയപരിധിയില്ല, ഒരു പ്രത്യേക സമയം വെച്ചാണ് ഇതിനെ അളക്കുന്നത്. ഇപ്പൊ പണത്തിന്റെ പ്രധാനം നമ്മൾ പറഞ്ഞു, മണി സപ്ലൈ, ബാങ്ക് നിക്ഷേപം, ധാന്യശേഖരങ്ങള്, അതുപോലെ തന്നെ വിദേശ നാണയ കരുതൽ ശേഖരം, ആകെ വായ്പ മൂലധനം തുടങ്ങിയവയെല്ലാം ശേഖരത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഒരു നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താവുന്ന ചരത്തെ നമുക്ക് പ്രവാഹം എന്ന് പറയാം. ഇനി എന്താണ് പ്രവാഹം? ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു ടൈം പീരീഡ് അവിടെ ഉണ്ടായിരിക്കും, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അളന്ന് തിട്ടപ്പെടുത്താവുന്ന ചരത്തെ നമുക്ക് എന്തെന്ന് പറയാം? പ്രവാഹം എന്ന് പറയുന്നു. ഇനി എന്താണ് ഇതിന്റെ അടുത്ത കുറച്ച് പോയിന്റുകൾ, ഉദാഹരണങ്ങളൊക്കെ നോക്കാം. ഇത് ചലനാത്മകമായ ഒരു ആശയമാണ്. ഇതിന് സമയപരിധി ഉണ്ട്, ഒരു നിശ്ചിത കാലയളവിലേക്കാണ് ഇത് കണക്കാക്കുന്നത്. ഫ്ലോ ഒരു കാലയളവിനുള്ളിലായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ ദേശീയ വരുമാനം, വിദേശത്ത് നിന്ന് അയക്കാവുന്ന പണം, കയറ്റുമതി ഇറക്കുമതി, വായ്പകൾ, മൂലധന സ്വരൂപണം, ഉപഭോഗം, ചെലവ് തുടങ്ങിയവയെല്ലാം പ്രവാഹത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ നല്ല സാധ്യതയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രവാഹങ്ങൾക്കുള്ള ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കുക, പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ദേശീയ വരുമാനം നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോ പണത്തിന്റെ പ്രധാനം നമ്മൾ പറഞ്ഞു, ബാങ്ക് നിക്ഷേപം, ധാന്യശേഖരം, വിദേശ നാണയ കരുതൽ ശേഖരം, ഇതൊക്കെ ആ ഒരു സമയബിന്ദുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അളന്ന് തിട്ടപ്പെടാൻ പറ്റും. അതൊരു അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ശേഖരം ഒരു നിശ്ചല ആശയവുമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നാണയ കരുതൽ ശേഖരം, ആകെ വായ്പ, മൂലധനം തുടങ്ങിയൊക്കെ ശേഖരങ്ങൾക്കുള്ള ഉദാഹരണമാണ്. ഇനി ഇവിടെ പറഞ്ഞ പോലെ ഇതിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പ്രവാഹത്തിനുള്ളത്? ദേശീയ വരുമാനം, വിദേശത്ത് നിന്ന് അയക്കുന്ന പണം, അതായത് ഇത്ര വർഷം 2020 മുതൽ 21 വരെ, അല്ലെങ്കിൽ 23 മുതൽ 24 വരെയുള്ള കാലയളവ് എത്രയാണ് ഇതിനുള്ള വിദേശത്ത് നിന്നുള്ള കയറ്റുമതി എന്നുള്ളത്. ദേശീയ വരുമാനത്തിൽ എത്ര മാറ്റം വന്നു. അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി, വായ്പകൾ, മൂലധന സ്വരൂപണം, ഉപഭോഗം, ചെലവ് തുടങ്ങിയവയൊക്കെ പ്രവാഹത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഇത് മാറാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കത് പഠിച്ചു വെക്കുക. ഇപ്പോ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യ 2011 മാർച്ച് 31-ന് 121 കോടി എന്ന് പറയുന്നത് ഒരു ശേഖരമാണ്.
അത് കറക്റ്റ് അവിടെ ഒരു കണക്ക് പറയാണ്, ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ പറയാണ്. 2011 മാർച്ച് 31 121 എന്ന് പറയുന്നത് ഒരു ശേഖരമാണ്. എന്നാൽ നമുക്ക് ഇനി ഇതിനുള്ള ഒരു ഉദാഹരണം നോക്കാം. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ 18.1 കോടി വർദ്ധിച്ചു എന്ന് പറയുന്നത് പ്രവാഹമാണ്. മാറ്റം നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ജനസംഖ്യ എത്ര വർധനവുണ്ടായി എന്ന് പറയുന്നത് പ്രവാഹത്തിനുള്ള ഉദാഹരണമാണ്. അപ്പൊ അത് തന്നിട്ട് ഇതൊക്കെ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ട് ഇത് എന്താണെന്ന് കണ്ടെത്താനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ 2011 മാർച്ച് 31 എന്നത് സമയബിന്ദുവിന്റെ ഒരു ഘട്ടം അഥവാ ഒരു ബിന്ദുവാണ്. ദശാബ്ദം എന്നത് സമയത്തിന്റെ ഒരു കാലക്രമമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ദശാബ്ദത്തിൽ അതൊരു കാലക്രമമാണ്. അതൊക്കെ ഫ്ലോയിലാണ് ഉൾപ്പെടുന്നത്, പ്രവാഹങ്ങളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. സമ്പത്ത് ഒരു ശേഖരമായും വരുമാനം ഒരു പ്രവാഹവുമായാണ് കണക്കാക്കുന്നത്. അപ്പൊ സമ്പത്ത് ഒരു ശേഖരമാണ്, വരുമാനം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു പ്രവാഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം, നന്നായിട്ട് അത് പഠിച്ചോളുക. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശേഖരങ്ങളും പ്രവാഹങ്ങളും എന്നുള്ളത്. ശേഖരങ്ങൾ: ഒരു ടാങ്കിലെ വെള്ളം, ഒരു തടാകത്തിലെ ജലം, സമ്പത്ത്, നിക്ഷേപം, പണത്തിന്റെ പ്രധാനം. എന്നാൽ എന്തൊക്കെയാണ്? ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളം, ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളമാണ്, പ്രവാഹമാണ്. ഒരു നദിയിലെ ജലം, കാരണം ഒരു നദി വലുതാണ്. വരുമാനം, മൂലധന സ്വരൂപണം, അതുപോലെ തന്നെ വായ്പ. ഓക്കെ, യെസ്. ഇനി എന്തൊക്കെയാണ്? ഇൻവെന്ററി എന്താ നോക്കണം. ഒരു സ്ഥാപനത്തിന് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളിൽ വിൽപ്പന നടത്താൻ കഴിയാതെ വന്ന ഉൽപ്പന്ന അളവിനെയാണ് എന്തെന്ന് പറയാ? ഇൻവെന്ററി എന്ന് ലളിതമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇൻവെന്ററിയിലെ മാറ്റം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എന്ത്? ഇൻവെന്ററി. അപ്പൊ ഒരു സ്ഥാപനത്തിന് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളിൽ വിൽപ്പന നടത്താൻ കഴിയാതെ വന്ന ഉൽപ്പന്നത്തിന്റെ അളവിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെന്ററി എന്ന് ലളിതമായിട്ട് പറയാം. ഇപ്പൊ ഒരു സ്ഥാപനം ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് കൈമാറുന്ന വിൽക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾ, ഭാഗികമായി പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പദാർത്ഥങ്ങൾ തുടങ്ങിയവയുടെ ശേഖരത്തെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി ഒരു ശേഖരചരമാണ്. ഇൻവെന്ററി എന്താണ്? ഒരു ശേഖരചരമാണ്, ഒരു സ്റ്റോക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് അധികരിക്കുകയും ശോഷിക്കുകയും ചെയ്യാം. വർഷാദ്യമുള്ള ഇൻവെന്ററിയുടെ മൂല്യത്തെക്കാൾ, നോക്കിക്കോളൂ, ഈ പോയിന്റ് നോക്കണം, വർഷാദ്യമുള്ള ഇൻവെന്ററിയുടെ മൂല്യത്തെക്കാൾ കൂടുതലാണ് വർഷാവസാനമുള്ള ഇൻവെന്ററിയുടെ മൂല്യമെങ്കിൽ ഇൻവെന്ററി എന്തെന്ന് പറയാം? നമുക്ക് വർദ്ധിച്ചു എന്ന് പറയാം. ഇപ്പൊ കഴിഞ്ഞ വർഷം അത് എടുത്തു വെച്ചപ്പോൾ അതിന്റെ വില 100 വിചാരിക്കുക, ഇപ്പൊ അതിന്റെ വില 150 വിചാരിക്കുക. അപ്പൊ എന്താണ്? ഇവിടെ ഇൻവെന്ററി നമുക്ക് വർദ്ധിച്ചു എന്ന് പറയാം. എന്നാൽ ഇതുപോലെ തന്നെ ഇപ്പൊ വർഷാവസാനം, വർഷാദ്യമുള്ള ഇൻവെന്ററി, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ വിൽക്കാതെ വെച്ച സാധനങ്ങൾ ഇപ്പോൾ ഈ ഒരു വർഷത്തേക്ക് 2025 അത് ഒരു 500 എണ്ണം എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 2024 അതിന്റെ മൂല്യം 100 ഇപ്പൊ അത് 70 അല്ലെങ്കിൽ 80 90 95 അപ്പോൾ വർഷാവസാനമുള്ള ഇൻവെന്ററിയുടെ മൂല്യമെങ്കിൽ ഇൻവെന്ററി നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. അപ്പൊ അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറയുന്നത് ആ വർഷത്തെ ഉൽപ്പന്നത്തിൽ നിന്ന് ആ വർഷത്തെ വിൽപ്പന കുറച്ചാൽ നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇൻവെന്ററി കണക്കാക്കുക? ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറയുന്നത് ഉൽപ്പന്ന മൂല്യം മൈനസ് വിൽപ്പന മൂല്യം, ഉൽപ്പന്ന മൂല്യം മൈനസ് വിൽപ്പന മൂല്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിന്റെ പക്കൽ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ 100 രൂപയുടെ വിൽപ്പന നടക്കാത്ത കഴിഞ്ഞ വർഷത്തെ ശേഖരം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നടപ്പു വർഷം ആ സ്ഥാപനം 1000 രൂപയുടെ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. ഇതിൽ 800 രൂപയുടെ സാധനങ്ങൾ എന്ത് ചെയ്തു? നടപ്പു വർഷം അവർ വിറ്റു. അപ്പോ കഴിഞ്ഞ വർഷം 100 ബാക്കിയുണ്ട്, ഈ വർഷം 1000-ൽ 800 വിറ്റു. അപ്പൊ ഇപ്പൊ എത്രയുണ്ട്? 200 ഉണ്ട്. അപ്പോൾ ഉൽപാദനവും വിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉൽപ്പന്നവും വിലയും തമ്മിലുള്ള ഉൽപാദനവും വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വിൽപ്പന എന്നാണ് അവിടെ ഉള്ളത്, ഇത് വിൽപ്പന എന്നാണ്. വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം 200 ആണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു 100 കൂടി ഉണ്ട്. അപ്പോ നടപ്പു വർഷത്തെ ഇൻവെന്ററിയിലെ മാറ്റം ഇത് കഴിഞ്ഞ വർഷത്തെ ഇൻവെന്ററിയോട് കൂട്ടിയാൽ നടപ്പു വർഷ അവസാനത്തെ ഇൻവെന്ററി ലഭിക്കും. ഇപ്പൊ എത്രയാണ്? കഴിഞ്ഞ പ്രാവശ്യം 100 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 1000 ഉള്ളതിന് 800 മാത്രമാണ് വിറ്റിട്ടുള്ളത്. ഇപ്രാവശ്യം 200 ബാക്കി വന്നതും കഴിഞ്ഞ വർഷത്തെ 100 അങ്ങനെ 300 ആണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി കൂട്ടിയാൽ നടപ്പു വർഷ അവസാനത്തെ ഇൻവെന്ററി 300 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അതുപോലെ തന്നെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി 700 കാറുകളുടെ ശേഖരവുമായി ഉൽപ്പാദനം ആരംഭിച്ചു. നടപ്പു വർഷം ഈ കമ്പനി 1200 കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതിൽ 1100 കാറുകൾ വിൽപ്പന നടത്തുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിച്ചത്? നടപ്പു വർഷത്തെ ഇൻവെന്ററിയിലെ മാറ്റം എത്രയാണ്? നടപ്പു വർഷ അവസാനമുള്ള ഇൻവെന്ററി എത്രയാണ്? അപ്പൊ നിങ്ങൾ നോക്കുക, നടപ്പു വർഷത്തെ ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ കൊടുത്തത് നടപ്പു വർഷം ഈ കമ്പനി 1200 കാറുകൾ ഉൽപ്പാദിപ്പിച്ചു, അതിൽ 1100 കാറുകൾ വിൽപ്പന നടത്തി.
അപ്പൊ നടപ്പ് വർഷത്തെ ഇൻവെന്ററിയിലെ മാറ്റം 1200 1100 വിറ്റു, 100 കാറുകളാണുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, നടപ്പ് വർഷ അവസാനത്തെ ഇൻവെന്ററിയിലെ കാറുകൾ എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 700 ഓൾറെഡി ബാക്കിയുണ്ട്. ഈ വർഷം 1200 1100 വിറ്റു, ആ 100 ഉണ്ട്. ആ 700 പ്ലസ് 100 800 എന്ത് നടപ്പ് വർഷ അവസാനമുള്ള ഇൻവെന്ററിയിലെ ഇൻവെന്ററി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈസി ആയിട്ടാണ് ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് എന്ത് പറയുന്നത്? ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഒരു കണക്കെടുപ്പ് വർഷത്തിന്റെ ആരംഭത്തിലുള്ള ഇൻവെന്ററിയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒരു കണക്കെടുപ്പ് വർഷത്തിന്റെ അവസാനമുള്ള ഇൻവെന്ററിയാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഉദാഹരണം, 2014 മാർച്ച് 1 ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് 700 കോടി രൂപയായിരുന്നു. 2015 മാർച്ച് 31 ഈ സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് 300 കോടി രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ സ്റ്റോക്കിലെ മാറ്റം എത്രയാണ്? നിങ്ങൾ നോക്കുക, ആദ്യം എത്രയായിരുന്നു? ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് 700 കോടി രൂപയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് 300 കോടി രൂപയായിട്ട് കുറഞ്ഞു. അവിടെ നിങ്ങൾ നോക്കിക്കോളെ, ക്ലോസിംഗ് സ്റ്റോക്ക് 300 കോടിയും അതുപോലെ തന്നെ 700 കോടിയുമാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, സ്റ്റോക്കിലെ മാറ്റം ചിലപ്പോൾ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. 2014 ഏപ്രിൽ 1 ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് 700 കോടിയായിരുന്നു. 2015 മാർച്ച് 31 ഈ സ്ഥാപനത്തിന്റെ എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ ആദ്യം ഇതിൽ ക്ലോസ്, കാരണം 2015 31 ഇത് അവസാനിച്ചു, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിന്റെ ഇക്വേഷൻ എന്താ? ഇൻവെന്ററിയിലെ മാറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ക്ലോസ് ചെയ്ത സമയത്തെ സ്റ്റോക്ക് എത്രയാണ്? 300. കട ഓപ്പൺ ചെയ്യുമ്പോൾ സമയത്ത് 2014 ഏപ്രിൽ 1 700. 300 മൈനസ് 700 ഡയറക്റ്റ് അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 400 ലഭിക്കും. അപ്പോൾ സ്റ്റോക്കിലെ മാറ്റം പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, അപ്പൊ ആ സ്റ്റോക്കിലെ മാറ്റമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ആസൂത്രിതവും ആസൂത്രിതവും അല്ലാത്ത ഇൻവെന്ററികൾ, പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഇൻവെന്ററി. ഇപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ചാഞ്ചാട്ടങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഇൻവെന്ററികളുടെ അധികരിക്കലിനോ അല്ലെങ്കിൽ ശോഷിക്കലിന്, അധികരിക്കലിന് അക്യുമുലേഷൻ എന്നും ശോഷിക്കലിന് എന്തെന്ന് പറയുന്നു? ഡിക്യുമുലേഷൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ചാഞ്ചാട്ടങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഇൻവെന്ററികളുടെ അധികരിക്കലിനോ ശോഷിക്കലിനോ കാരണമാകും നമ്മൾ കണ്ടു. അപ്പോൾ ഇൻവെന്ററികളിൽ ഈ വർധനവോ കുറവോ ആസൂത്രിതമോ അല്ലെങ്കിൽ ആസൂത്രിതമല്ലാത്തതോ ആവാം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ ഒരു സ്ഥാപനം അതിന്റെ ഇൻവെന്ററികൾ ബോധപൂർവം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ ഇൻവെന്ററികളുടെ ആസൂത്രിതമായ അധികരിക്കൽ എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്ഥാപനം അതിന്റെ ഇൻവെന്ററികൾ ബോധപൂർവം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഇൻവെന്ററികളുടെ ആസൂത്രിതമായ അധികരിക്കൽ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം അതിന്റെ ഇൻവെന്ററികൾ ബോധപൂർവം കുറയ്ക്കുകയാണെങ്കിൽ അതിനെ ഇൻവെന്ററികളുടെ ആസൂത്രിതമായ ശോഷണം, പ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്ന് പറയുന്നു. ഇപ്പോ ചോദനത്തിൽ അല്ലെങ്കിൽ വിൽപ്പനയിൽ കുറവ്, ഇവിടെ വിൽപ്പന എന്നാട്ടോ ഇവിടെ കൊടുത്തത്, ഇത് വിൽപ്പന എന്ന് വായിക്കണം. അല്ലെങ്കിൽ വിൽപ്പനയിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥാപനം ആസൂത്രിതമായിട്ട് ഉൽപാദനം കുറക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ചോദനത്തിൽ അല്ലെങ്കിൽ വിൽപ്പനയിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥാപനം ആസൂത്രിതമായിട്ട് ഉൽപാദനം അല്ലെങ്കിൽ ഉൽപ്പന്നം കുറയ്ക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം, ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ സംഭവിക്കുന്ന ഇടിവ് മൂലം ഇൻവെന്ററികൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററികളുടെ ആസൂത്രിതമല്ലാത്ത അധികരിക്കൽ എന്ന് പറയും. ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ സംഭവിക്കുന്ന ഇടിവ് മൂലം ഇൻവെന്ററികൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വർധനവാണ് എന്തെന്ന് പറയും? ഇൻവെന്ററികളുടെ ആസൂത്രിതമല്ലാത്ത. കാരണം ഇവിടെ ഒരു ആസൂത്രണം സംഭവിച്ചില്ല, കാരണം അതിന്റെ സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ സംഭവിച്ച ഇടിവ് മൂലമാണ് അവിടെ എന്ത് സംഭവിച്ചത്? വിൽക്കാതെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവെന്ററിയുടെ വർധനവ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. നേരെ മറിച്ച് ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ ഉണ്ടാകുന്ന വർധനവ് മൂലം ഇൻവെന്ററികൾ അപ്രതീക്ഷിതം ഉണ്ടാകുന്ന കുറവിനെയാണ് ഇൻവെന്ററികളുടെ ആസൂത്രിതമല്ലാത്ത ശോഷണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഇൻവെന്ററി കൂടുക കുറയുക എന്ന് പറയുന്നത്, ഇൻവെന്ററി കുറയുന്നത് ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് വിറ്റഴിഞ്ഞ് പോവുക ചെയ്യുന്നത്. ഇൻവെന്ററി കുറെ കൂടുതലായിട്ട് അവിടെ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് നമുക്ക് വലിയ നഷ്ടത്തിലേക്കാണ് പോവുക. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ ഉണ്ടാകുന്ന വർധന മൂലം ഇൻവെന്ററികളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കുറവിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഇൻവെന്ററികളുടെ ആസൂത്രിതമല്ലാത്ത ശോഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും, എന്നാൽ ഇൻവെന്ററി അധികരിക്കുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച്. ഇൻവെന്ററികളെ മൂലധനമായി കണക്കാക്കുന്നു, അവ മൂലധനത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇൻവെന്ററിയിലുള്ള വർധനവിനെ സ്ഥാപനത്തിന്റെ നിക്ഷേപമായിട്ട് എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. അപ്പൊ എന്താണ് നിക്ഷേപം?
അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മൂലധന ശേഖരത്തോടുള്ള കൂട്ടിച്ചേർക്കലിനെയാണ് എന്ത് എന്ന് പറയുന്നത്? നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മൂലധന ശേഖരത്തോടുള്ള കൂട്ടിച്ചേർക്കൽ, അപ്പോൾ മൂലധന ശേഖരത്തോടുള്ള കൂട്ടിച്ചേർക്കലിനെയാണ് എന്ത് എന്ന് പറയുന്നത്? നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി പുതിയ റോഡുകൾ, പാലങ്ങൾ നിർമ്മിക്കുക നിക്ഷേപത്തിന് ഉദാഹരണങ്ങളാണ്. മൊത്തം നിക്ഷേപം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച ആകെ ഈടുറ്റ അഥവാ മൂലധന വസ്തുക്കളെയാണ് മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത്. ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച ആകെ ഈടുറ്റ അഥവാ മൂലധന വസ്തുക്കളെയാണ് മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത്. ഇൻവെന്ററി നിക്ഷേപം പ്ലസ് സ്ഥിര ബിസിനസ് നിക്ഷേപം പ്ലസ് ഗാർഹിക നിക്ഷേപം എന്നാണ് മൊത്തം നിക്ഷേപത്തെ നമുക്ക് പറയാം. ഇനി ആകെ ഉൽപാദനത്തിന്റെ മൂലധന വസ്തുക്കൾ അടങ്ങിയ ഭാഗത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം നിക്ഷേപം എന്ന് പറയുന്നു. അപ്പോൾ ആകെ ഉൽപാദനത്തിന്റെ മൂലധന വസ്തുക്കൾ അടങ്ങിയ ഭാഗത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം നിക്ഷേപം എന്ന്. ഉദാഹരണം റോഡുകൾ, റെയിൽവേ പാളങ്ങൾ, വിമാനത്താവളങ്ങൾ, പാലങ്ങൾ, അണക്കെട്ടുകൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, കെട്ടിടങ്ങൾ, സംഭരണശാലകൾ എന്നിവ മൊത്തം നിക്ഷേപത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അറ്റ നിക്ഷേപം, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിലവിലുള്ള മൂലധന ശേഖരത്തോട് പുതുതായി കൂട്ടിച്ചേർത്ത മൂലധന വസ്തുക്കളുടെ അളവാണ് എന്ത്? അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്. അതായത് പുതിയ മൂലധന സ്വരൂപമാണ് അറ്റ നിക്ഷേപം കാണാൻ മൊത്തം നിക്ഷേപത്തിൽ നിന്ന് തേയ്മാനം കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ അറ്റ നിക്ഷേപം എങ്ങനെ കണക്കാക്കാം? മൊത്തം നിക്ഷേപത്തിൽ നിന്ന് നമ്മൾ തേയ്മാനം കുറച്ചാൽ മതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു കമ്പനിയുടെ മൊത്തം നിക്ഷേപം ഇത്രയായിരുന്നു, തേയ്മാനം ഇത്ര തിന്നിട്ടുണ്ടായിരിക്കും. അറ്റ നിക്ഷേപം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറയും. സിമ്പിൾ ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. മൊത്തം നിക്ഷേപം മൈനസ് തേയ്മാനമാണ് എന്ത്? അറ്റ നിക്ഷേപം. ഇനി അറ്റ പരോക്ഷ നികുതികൾ, നെറ്റ് ഇൻഡയറക്ട് ടാക്സുകളാണ്. സാധനങ്ങളുടെ സേവനങ്ങളുടെ മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. ഇറക്കുമതി തീരുവ, കയറ്റുമതി തീരുവ, എക്സൈസ് തീരുവ, വിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി എന്നിവ പരോക്ഷ നികുതികൾക്കുള്ള ഉദാഹരണമാണ്. ഇനി അറ്റ പരോക്ഷ നികുതികൾ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്താണ്? ഉൽപാദകർ ഈ നികുതികൾ സർക്കാരിലേക്ക് അടക്കേണ്ടതുള്ളത് കൊണ്ട് അവ ഉൽപാദന ചെലവിന്റെ ഭാഗമാണ് അല്ലെ? കാരണം ഓരോ സാധനത്തിന് നികുതി കൊടുക്കുമ്പോൾ അത് ഉൽപാദന ചെലവിന്റെ ഭാഗവും. ഇത് ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നു. പരോക്ഷ നികുതികൾ വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയും ചെയ്യുന്നു. കാരണം ഉൽപാദകന് അതിന്റെ ടാക്സിന്റെ വില കൂടി അതിലേക്ക് ചുമത്തേണ്ടി വരും, എന്നാൽ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലപ്പോൾ സർക്കാർ ചില ഉൽപാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സബ്സിഡികൾ എന്ത് ചെയ്യുന്നു അഥവാ ഗ്രാന്റുകൾ നൽകുന്നു. സബ്സിഡി എന്നാണ്, സബ്സിഡികൾ അഥവാ ഗ്രാന്റുകൾ നൽകുന്നു. ഉദാഹരണത്തിന് കൈത്തറിക്കും കരകൗശല വസ്തുക്കൾക്കും സബ്സിഡി നൽകുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഉൽപാദകർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായമാണ് എന്തെന്ന് പറയുന്നത്? സബ്സിഡികൾ എന്ന് പറയുന്നത്. സബ്സിഡികൾ ഉൽപാദന ചെലവ് കുറയുന്നതും തൽമൂലം സാധനത്തിന്റെ വില കുറയുന്നതിന് കാരണമാണ്. അപ്പോൾ സർക്കാർ ഉൽപാദകർക്ക് സബ്സിഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൽപാദന ചെലവ് കുറവും. കാരണം അത് ഉൽപാദകർക്ക് ഒരു ഗുണകരമാകും. ഉൽപാദകർക്ക് വില കുറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഉൽപാദന ചെലവ് കുറയുമ്പോൾ സാധനത്തിന്റെ വില കുറച്ചിട്ട് ഉപഭോക്താക്കളിലേക്ക് ഇവർക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്നുള്ളൊരു സഹായവും, ടാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റിലേക്ക് നമ്മൾ അടക്കുന്നതുമാണ്. ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം പരോക്ഷ നികുതികൾ ചെലവും സബ്സിഡികൾ വരവുമാണ്. ഒരു സ്ഥാപനം ആകെ നൽകുന്ന പരോക്ഷ നികുതിയിൽ നിന്നും അതിന് ലഭിച്ച സബ്സിഡികൾ കുറക്കുമ്പോൾ കിട്ടുന്ന തുകയെ അറ്റ പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അറ്റ പരോക്ഷ നികുതി? ഒരു സ്ഥാപനം ആകെ നൽകുന്ന പരോക്ഷ നികുതിയിൽ നിന്നും അവർക്ക് ലഭിച്ച സബ്സിഡി കുറക്കുമ്പോൾ അറ്റ പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ പരോക്ഷ നികുതി കാണാനുള്ളത് പരോക്ഷ നികുതികൾ മൈനസ് സബ്സിഡി. ഇതൊക്കെ ശരിക്കും പഠിച്ചു വെക്കണം, ചോദ്യങ്ങൾ വരാം. കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കാണാൻ പറയും. ആ രീതിയിലുള്ള ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഇതെല്ലാം നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. ഇനി എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഏകപക്ഷീയമായ അടവുകൾക്കാണ് മാറ്റക്കൊടുതികൾ അഥവാ മാറ്റ അടവുകൾ, യൂണിലാറ്ററൽ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചൊരു സേവനം പ്രതീക്ഷിക്കാതെയുള്ള ഏകപക്ഷീയമായ അടവുകൾക്കാണ് മാറ്റക്കൊടുതികൾ അഥവാ മാറ്റടവുകൾ എന്ന് പറഞ്ഞു. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗവൺമെന്റ് മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ നൽകുന്ന അടവാണ് മാറ്റ് അടവുകൾ, നികുതികൾ, സബ്സിഡികൾ, സ്കോളർഷിപ്പുകൾ, മാറ്റക്കെടുതികൾ അല്ലെങ്കിൽ മാറ്റ അടവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഉദാഹരണം ഏതൊക്കെയാണ്? സബ്സിഡികൾ, സ്കോളർഷിപ്പ്, തൊഴിലില്ലായ്മ വേതനം, അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, സംഭാവനകൾ തുടങ്ങിയ മാറ്റടവുകൾക്ക് ഉദാഹരണമാണ്. മാറ്റടവുകളെ വർത്തമാനകാല മാറ്റടവുകൾ എന്നും മൂലധന മാറ്റടവുകൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇപ്പൊ വർത്തമാനകാല ഉപഭോഗാവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന അടവുകളാണ് വർത്തമാന അടവുകൾ എന്ന് പറയും. ഇപ്പൊ നികുതി, സ്കോളർഷിപ്പ് തുടങ്ങിയ ഉദാഹരണമാണ്. ഇനി മൂലധന സ്വരൂപത്തിന് നൽകുന്ന അടവുകളാണെങ്കിൽ ലഭിക്കുന്ന അടവുകളാണ് മൂലധന മാറ്റ അടവുകൾ, ക്യാപിറ്റൽ ട്രാൻസ്ഫർ. അത് വീട് നിർമ്മാണത്തിനും
ഉൽപാദക സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും നൽകുന്ന ധനസഹായങ്ങൾ മൂലധന മാറ്റ അടവുകൾക്ക് ഉദാഹരണമാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബോർഡ് എന്താണ്? വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം. ഇവിടെയുള്ള പോയിന്റുകൾ നമുക്ക് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നോക്കാം. ഇപ്പോൾ ഒരു രാജ്യത്തെ നിവാസികൾ വിദേശത്ത് നൽകുന്ന ഘടക സേവനങ്ങൾക്ക് പ്രതിഫലമായി സ്വീകരിച്ച ഘടക വരുമാനം പ്രസ്തുത രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് നിവാസികളല്ലാത്തവർ നൽകിയ ഘടക സേവനത്തിന് പ്രതിഫലമായി കൊടുത്ത ഘടക വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് വിദേശം എന്നുള്ള അറ്റ വരുമാനം. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ്. ഒരു രാജ്യത്തെ നിവാസികൾ വിദേശം നൽകിയ ഘടക സേവനങ്ങൾക്ക് പ്രതിഫലമായി സ്വീകരിച്ച ഘടക വരുമാനം പ്രസ്തുത രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് നിവാസികൾ അല്ലാത്തവർ നൽകുന്ന ഘടക സേവനത്തിന് പ്രതിഫലമായി കൊടുത്ത ഘടക വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അതിന്റെ ഇക്വേഷൻ, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം. അപ്പൊ ശരിക്കും നോക്കുക, ഒരു രാജ്യത്തെ നിവാസികൾ വിദേശത്ത് നൽകിയ ഘടക സേവനങ്ങൾക്ക് പ്രതിഫലമായി സ്വീകരിച്ച ഘടക വരുമാനവും പ്രസ്തുത രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് നിവാസികൾ അല്ലാത്തവർ നൽകിയ ഘടക സേവനത്തിന് പ്രതിഫലമായി കൊടുത്ത ഘടക വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന ഘടക വരുമാനം, അതുപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് കൊടുത്ത ഘടക വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം, സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി. എന്താണ് സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ? വരുമാനം, ചെലവ്, ഉൽപാദനം എന്നിവ സമ്പദ് വ്യവസ്ഥയിൽ കറങ്ങുന്നതിനെയാണ്. കാരണം ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഔട്ട്പുട്ട്, എക്സ്പെൻഡിച്ചർ, ഇൻകം. അപ്പൊ ഇത് 3 രീതിയിലാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇൻകം, ഹൗസ് ഹോൾഡ്, ഫേം. ഇപ്പോ ശരിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് സ്ഥാപനം, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡുകൾ, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഗവൺമെന്റ്. ഇവര് 3ആണ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിനെ സഹായിക്കണം, അതുപോലെ തന്നെ ഫേമിനെ സഹായിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ട നിയമങ്ങളൊക്കെ അവർ രൂപീകരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, സാധാരണ ഫേം എന്ത് ചെയ്യുന്നു? ഈ ഫേമിന് ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആര് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് ആണ് കൊടുക്കുന്നത്. ആർക്ക്? ഫേമിന് കൊടുക്കുന്നു. ഇപ്പോ ഹൗസ് ഹോൾഡ്, ഇപ്പോൾ വീടുകൾ, അവർക്ക് അവരുടെ കയ്യിലുള്ള ഭൂമി, അതുപോലെ തന്നെ പിന്നെ ആരൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കുക ചെയ്യുന്നത്. ഫേം ഈ തന്നിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന് വേണ്ട ഫാക്ടർ ഇൻകം അവർ കൊടുക്കുന്നു. ഇപ്പൊ ലാൻഡിന് റെന്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഓർഗനൈസേഷന് വേണ്ട പ്രോഫിറ്റ് വരുന്നു, ലേബറിന് വേണ്ടിയിട്ടുള്ള വേജ് അവിടെ ലഭിക്കുന്നു. ഇതൊക്കെ ഫേം നേരെ തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. മാത്രമല്ല ഈ ഫേം എന്ത് കൊടുക്കുന്നു? സാധനങ്ങൾ ഈ ഹൗസ് ഹോൾഡ് കൊടുത്തിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഹൗസ് ഹോൾഡ് ഈ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ അവർക്ക് വരും. അപ്പോൾ സാധനങ്ങൾ, സേവനങ്ങൾ വാങ്ങണമെങ്കിൽ അവർക്ക് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവര് ഹൗസ് ഹോൾഡ് കൊടുത്ത ഫാക്ടർ സർവീസിനുള്ള ഇൻകം ആര് കൊടുക്കുന്നു? ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കി നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഹൗസ് ഹോൾഡ്, ഫേം നമ്മൾ പറഞ്ഞ പോലെ. ഇതിനിടയിൽ ഗവൺമെന്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഹൗസ് ഹോൾഡ് ആദ്യം എന്ത് കൊടുക്കുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു. ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം. ഹൗസ് ഹോൾഡ് കൊടുക്കുകയാണ് ആർക്ക്? ഫേമിന്. അതെല്ലാം ഫേം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. സാധനങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഇപ്പൊ ഈ ഹൗസ് ഹോൾഡിന് സാധനങ്ങൾ ഫേം കൊടുക്കുമ്പോൾ ഹൗസ് ഹോൾഡിന് അതിന് വേണ്ട കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ വരുന്നു. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് ഇങ്ങോട്ട് ഫേമിന് കൊടുത്തപ്പോൾ അതിന്റെ ഫാക്ടർ ഇൻകം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവർക്ക് കിട്ടിയ ഈ ഹൗസ് ഹോൾഡിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹൗസ് ഹോൾഡിന് തിരിച്ചു കൊടുക്കുന്നു. ഹൗസ് ഹോൾഡിന് അതെന്ത് ആവശ്യമാണ്? ഈ സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ചെലവുണ്ട്, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഈ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ അവർക്ക് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് കൊടുത്ത ഫാക്ടർ പ്രൊഡക്ഷൻ കൊടുത്ത ഫാക്ടർ സർവീസിന്റെ ഇൻകം ഹൗസ് ഹോൾഡിനാണ് കൊടുക്കുന്നത്. അതിന് കിട്ടിയ വരുമാനം കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഇവിടെ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്തിന്റെയും രൂപത്തെയാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ 2 മേഖലകൾ മാത്രമേ ഉള്ളൂ. ഒരു ചാക്രിക പ്രവാഹമാണ് ദ്വിമേഖല മാതൃക. ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥ താഴെ കൊടുക്കുന്ന സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥ? അവിടെ ഉൽപാദകരും അല്ലെങ്കിൽ അവിടെ ഫേമും ഹൗസ് ഹോൾഡുമാണ് ഉണ്ടാവുക. സമ്പദ് വ്യവസ്ഥയിൽ കുടുംബങ്ങൾ, ഉൽപാദക സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 2 മേഖലകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
ഏതൊക്കെയാണ്? കുടുംബങ്ങൾ എന്നുള്ള ഹൗസ് ഹോൾഡ് ഉദ്ദേശിക്കുന്നത്. ഉൽപാദക സ്ഥാപനങ്ങൾ ഫേം ആണ്. അപ്പൊ കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു? ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്നു. സ്ഥാപനങ്ങൾ ഉൽപാദന ഘടകങ്ങൾ വാങ്ങുന്നു. നമ്മൾ പറഞ്ഞു എന്താ ഉൽപാദന ഘടകം? ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ കൊടുക്കുന്നത് കുടുംബങ്ങളാണ്. അത് സ്ഥാപനങ്ങൾ വാങ്ങുന്നു. അപ്പൊ കുടുംബങ്ങൾ അവയുടെ വരുമാനം മുഴുവൻ ഉപഭോഗത്തിനായി ചെലവഴിക്കുന്നു. അപ്പൊ കുടുംബങ്ങൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുള്ള റിവാർഡ് ആരാണ് കൊടുക്കുന്നത്? സ്ഥാപനം നേരെ തിരിച്ചിങ്ങോട്ടാണ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുടുംബങ്ങൾ അവയുടെ വരുമാനം മുഴുവൻ ഉപഭോഗത്തിനായിട്ട് ചെലവഴിക്കുന്നു. എങ്ങനെയാണ്? മിച്ചം വെക്കുന്നില്ല എന്നും പറയുന്നുണ്ട് സാഹചര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയ ഫാക്ടർ സർവീസ്, ഫാക്ടർ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഫേമിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു. സ്ഥാപനങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ആർക്ക് വിൽക്കുന്നു? കുടുംബങ്ങൾക്ക് വിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. സമ്പത്ത് വ്യവസ്ഥ ഗവൺമെന്റ് ഇല്ലാത്തൊരു അടഞ്ഞ സമ്പത്ത് വ്യവസ്ഥയാണ്. അപ്പൊ ഇവിടെ ആരിപ്പോ അവിടെ പ്രവർത്തിക്കുന്നില്ല? ഗവൺമെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ലേസസ് ഫെയർ പോളിസി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ ലളിത സമ്പത്ത് വ്യവസ്ഥ മാതൃക രണ്ട് വിപണികൾ ഉണ്ടാവും. ഒന്ന് സാധന സേവനങ്ങൾക്കുള്ള ഉൽപ്പന്ന വിപണിയും ഉൽപാദന ഘടകങ്ങൾക്കുള്ള ഘടന വിപണിയും ഈ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടാവും. അപ്പൊ ചാക്രിക പ്രവാഹത്തിന്റെ ദ്വിമേഖല മാതൃക ഡയഗ്രാം നമുക്ക് നോക്കാം. കാരണം ഇവിടെ സ്ഥാപനവും കുടുംബം മാത്രമാണ്. ഇപ്പൊ ഇവിടെ ആരില്ല, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല. ഇനിയിപ്പോ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുടുംബം ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കുന്നു? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം സ്ഥാപനത്തിൽ കൊടുക്കുന്നു. സ്ഥാപനം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പാട്ടം, വേതനം, പലിശ, അതുപോലെ തന്നെ ലാഭം കുടുംബത്തിന് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുന്നു, ഈ കുടുംബം ഈ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് സാധനങ്ങൾ സേവനങ്ങൾക്കുള്ള ചെലവ് ആർക്ക് കൊടുക്കണം? ഈ കുടുംബം നേരെ സ്ഥാപനത്തിന് കൊടുക്കണം. ഈ സാധന സേവനം കിട്ടണമെങ്കിൽ അതിന് ചെലവില്ലേ കുടുംബങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് അതിന്റെ വരുമാനം ലഭിക്കുന്ന, അവർ കൊടുക്കുന്ന സേവനങ്ങൾ അതിൽ കാണാം. അപ്പൊ കുടുംബങ്ങളുടെ പ്രധാന പ്രവർത്തനം ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ്. ഗാർഹിക മേഖല തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. ഇതാണ് ആദ്യത്തെ പ്രവാഹം ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് കുടുംബങ്ങൾ ഫേമിന് കൊടുക്കുന്നു. ഈ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദക സ്ഥാപനം പാട്ടം, വേതനം, പലിശ, ലാഭം എന്നീ രൂപത്തിൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് പ്രതിഫലം തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രവാഹം. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കുടുംബങ്ങൾ ആർക്ക് കൊടുത്തു? ഫേമിന് കൊടുത്തു. അത് ഫസ്റ്റ് പ്രവാഹം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ട റിവാർഡ് ആര് തിരിച്ചു കൊടുക്കുന്നു? ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രവാഹം. അപ്പോൾ ഉൽപാദക സ്ഥാപനം വിതരണം ചെയ്യുന്ന പ്രതിഫലത്തെ ഘടക അടവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദക സ്ഥാപനം വിതരണം ചെയ്യുന്ന പ്രതിഫലത്തെ എന്ത് എന്ന് പറയുന്നു? ഫാക്ടർ പേയ്മെന്റ് എന്ന് പറയുന്നു. കാരണം അതിനുള്ള പേയ്മെന്റ് അവർ കൊടുക്കണം. ലാൻഡിനുള്ള റെന്റ് കൊടുക്കണം, ലേബറിനുള്ള വേജ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് ഫാക്ടർ പേയ്മെന്റ്. ഇനി ഉൽപാദന ഘടകങ്ങൾക്ക് ഉടമസ്ഥർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ എന്ത് എന്ന് പറയുന്നത്? ഘടക വരുമാനം എന്ന് പറയുന്നു. ഓക്കെ, ഉൽപാദക സ്ഥാപനം വിതരണം ചെയ്യുന്ന പ്രതിഫലത്തെ എന്ത് എന്ന് പറയുന്നു? ഘടക അടവുകൾ. ഇവിടെ നമ്മൾ പറഞ്ഞു ഘടക വരുമാനം എന്താണ്? ഉൽപാദന ഘടകങ്ങൾക്ക് ഉടമസ്ഥർക്ക് ലഭിക്കുന്ന പ്രതിഫലം. അതായത് ലാൻഡിന് കിട്ടുന്ന റെന്റ് ഘടക വരുമാനമാണ്, തൊഴിലാളിക്ക് കിട്ടുന്ന വേജ് ഘടക വരുമാനമാണ്, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഘടക വരുമാനമാണ്, ഓർഗനൈസേഷൻ കിട്ടുന്ന ലാഭം ഘടക വരുമാനമാണ്. അപ്പോൾ ഘടക അടവും ഘടക വരുമാനം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് കേട്ടോ. എനിക്ക് മാറിപ്പോയതാണ്. അപ്പൊ ഫാക്ടർ പേയ്മെന്റും ഫാക്ടർ ഇൻകം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കുടുംബങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന ഘടക വരുമാനം ഉൽപാദക യൂണിറ്റ് ഉണ്ടാക്കിയ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വിനിയോഗിക്കുന്നു. അങ്ങനെ പണം കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. കുടുംബങ്ങൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഈ പണമാണ് മൂന്നാമത്തെ പ്രവാഹം. അപ്പൊ മൂന്നാമത്തെ പ്രവാഹം കുടുംബങ്ങൾ ഇപ്പോൾ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കുന്നു? സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പണത്തിന് പകരമായി സ്ഥാപനങ്ങൾ കുടുംബങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതാണ് നാലാമത്തെ പ്രവാഹം. അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുടുംബങ്ങൾ സ്ഥാപനത്തിന് പൈസ കൊടുക്കുന്നതാണ് മൂന്നാമത്തെ പ്രവാഹം. പൈസ കൊടുക്കുമ്പോൾ സാധനങ്ങൾ കുടുംബത്തിലേക്ക് കൊടുക്കുന്നതാണ് നാലാമത്തെ പ്രവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ചാക്രിക പ്രവാഹം പൂർത്തിയായി. ചുരുക്കത്തിൽ ഉൽപാദന ഘടക പ്രവാഹം, ഘടക അടവ് അഥവാ ഘടക വരുമാന പ്രവാഹം, ചെലവ് പ്രവാഹം, കുടുംബങ്ങൾ ഉൽപാദന സ്ഥാപനം തമ്മിലുള്ള സേവന പ്രവാഹം എന്നിവ ചേർന്നാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. അപ്പൊ പ്രവാഹങ്ങൾ രണ്ട് തരം ഉണ്ട് എന്ന് പറഞ്ഞു. പണപ്രവാഹം, യഥാർത്ഥ പ്രവാഹം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കുമുള്ള പണത്തിന്റെ ഒഴുക്കിനെയാണ് എന്ത് എന്ന് പറയുന്നത്? പണപ്രവാഹം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രവാഹം. ഇനി ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്കുള്ള സാധന സേവനങ്ങളുടെ ഒഴുക്കിനെയാണ് എന്ത് എന്ന് പറയുന്നത്? യഥാർത്ഥ പ്രവാഹം എന്ന് പറയുന്നത്. ഒന്നാമത്തെയും നാലാമത്തെയും പ്രവാഹങ്ങൾ. ഓക്കെ,
ഇനി എന്താണ് യഥാർത്ഥ പ്രവാഹങ്ങൾ നോക്കാം. പണപ്രവാഹങ്ങൾ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞു യഥാർത്ഥ പ്രവാഹങ്ങൾ റിയൽ ഫ്ലോ, ഉൽപാദന ഘടകങ്ങൾ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന, സാധനങ്ങൾ, സേവനങ്ങളാണ് യഥാർത്ഥ പ്രവാഹങ്ങൾ. ഇനി പണത്തിന്റെ പ്രവാഹങ്ങൾ മണി ഫ്ലോയോ, ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം അല്ല, അവിടെ പൈസയായിട്ടാണ് കൊടുക്കുന്നത്. വാടക, കൂലി, പലിശ, ലാഭം, സാധന സേവനങ്ങളുടെ വില, ഇതാണ് മണി ഫ്ലോ. വളരെ ഈസി ആയിട്ട് അത് കിട്ടും. യഥാർത്ഥ പ്രവാഹം എന്താണ്? നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളും സേവനങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഫേം കൊടുക്കുന്നത്, ഫേം ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്ന സാധനങ്ങളും സേവനങ്ങളും. ഇനി ഉൽപാദന ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന, ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കുന്നത്, ഇത് യഥാർത്ഥ പ്രവാഹങ്ങൾ. ഇനി ഇവിടെ പണം കൊടുക്കുന്നത് ഈ സ്ഥാപനങ്ങൾ ഹൗസ് ഹോൾഡിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ് തിരിച്ചു കൊടുക്കുന്നതാണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, വാടക, കൂലി, പലിശ, ലാഭം. അതുപോലെ ഹൗസ് ഹോൾഡ് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കുന്നു, മണി ഫ്ലോ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഈ ക്ലാസ്സിൻ്റെ നമ്മൾ രണ്ടാമത്തെ പാർട്ട് പിന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാ നോക്കാം. ഇപ്പോൾ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു വർഷത്തെ മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂല്യം അഥവാ ദേശീയ വരുമാനം ABC എന്ന ബിന്ദുക്കളിൽ വെച്ച് നമുക്ക് കണക്കൂട്ടാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ABC എന്ന് പറഞ്ഞ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാട്ടം, ലാഭം, പലിശ, വേതനം. B എന്താണ്? സാധന സേവനങ്ങളുടെ ചെലവ്. C സാധനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A എന്ന ബിന്ദുവിൽ വെച്ചാണ് വരുമാനത്തിന്റെ പ്രവാഹമായി മൊത്തം ഉൽപ്പന്നത്തിന്റെ പണമൂല്യം കണക്കാക്കുന്നതെങ്കിൽ അതിനെ വരുമാന രീതി എന്ന് പറയും. നമ്മൾ എയിൽ വെച്ചാണ് കണക്കാക്കുന്നതെങ്കിൽ ഉൽപ്പന്നത്തിന്റെ പണമൂല്യം കണക്കാക്കുന്നതെങ്കിൽ അത് വരുമാന രീതിയാണ്. ബി എന്ന ബിന്ദുവിൽ വെച്ചാണ് ചെലവിന്റെ പ്രവാഹം മൊത്തം ഉൽപ്പന്നത്തിന്റെ പണമൂല്യം കണക്കാക്കുന്നതിന് അതിനെ ചെലവ് രീതി. ഇപ്പോൾ ബിയിലാണ് നമ്മൾ വെച്ച് കണക്കാക്കുന്നതെങ്കിൽ കുടുംബങ്ങൾ സാധനം സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ചെലവ് രീതി എന്ന് പറയുന്നു. കാരണം അത് ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികളാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. സി എന്ന ബിന്ദുവിൽ വെച്ചാണ് മൊത്തം ഉൽപ്പന്നത്തിന്റെ പ്രവാഹം കണക്കാക്കുന്നതെങ്കിൽ അതിനെ ഉൽപ്പന്ന രീതി എന്ന് പറയും. അപ്പോൾ സിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ, ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ ഉൽപ്പന്ന രീതി, ഉൽപാദന രീതി എന്ന് പറയുന്നു. എല്ലാ ഘടകങ്ങളുടെയും ആകത്തുക കണക്കാക്കുന്നതിനെ വരുമാന രീതി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ക്ലാസ്സുകൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരും. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് GDP നമുക്ക് പഠിക്കണം. പിന്നെ ഇതിന് ശേഷം നമുക്ക് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ, അങ്ങനെയുള്ള കോറിലേഷനുള്ള സംഭവങ്ങളൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ SS വേൾഡ് അക്കാദമിയുടെ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇവിടെയുള്ള നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ല അയച്ചോളാം. നിങ്ങൾക്ക് 500 രൂപ അടച്ച് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ബാക്കി കോഴ്സ് ഫീ നിങ്ങൾക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്ന രീതിയിലാണ് നമ്മളെ കോഴ്സ് ഫീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയൊരു ഫീ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് വിവരം അറിയാൻ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങളൊന്ന് മെസ്സേജ് ആയിട്ട് അയക്കുക. ഓക്കെ, താങ്ക് യു.